ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെടികളുടെ അടുത്തേക്കാട്ടോ പോയിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് മഴ കിട്ടണ്ടായി, അപ്പോൾ അതുകൊണ്ട് ചെടികളൊന്നും നനയ്ക്കാറുണ്ടായില്ല. ഇപ്പോൾ മഴയൊന്നുമില്ല, അപ്പോൾ ചെടികൾ വീണ്ടും നല്ല ചൂടായി തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ ചെടികൾ നനയ്ക്കാൻ ഇറങ്ങിയതാണ്. കാരണം ഇന്നും നാളെയൊക്കെ നമുക്ക് കല്യാണം ഉള്ള ദിവസമാട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോയാണ്. കഴിഞ്ഞ വെള്ളി, ശനി, ഞായറൊക്കെ കല്യാണം ഉണ്ടായി. വെള്ളിയാഴ്ച മെഹന്തി ഫംഗ്ഷനായിരുന്നു വൈകുന്നേരം, പിന്നെ ശനിയാഴ്ചയും വൈകുന്നേരമായിരുന്നു പരിപാടിയൊക്കെ. ഞായറാഴ്ച ഫുൾ ഡേ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആണ് കല്യാണം. തെക്ക് വശത്ത് മതിലിൻ്റെ തൊട്ടപ്പുറത്തെ വീട്. അത് ഞങ്ങളുടെ വീട് ഇരിക്കണത് ഒരു നടുക്കായിട്ടുള്ളൊരു സ്ഥലത്തായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ വീടുകളാണ്. അപ്പോൾ ഓരോ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഓരോ വീടുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത് തെക്ക് വശത്തെ മതിലിന് അപ്പുറത്തുള്ള വീടെന്ന്. അങ്ങനെ അവിടെ കല്യാണമായിരുന്നു കേട്ടോ. 3 ദിവസം കല്യാണമായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് അന്ന് ദിവസം ഞായറാഴ്ച രാവിലത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ പഴം വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെയാണെങ്കിൽ. നല്ല മ്യൂസിക്കും പാട്ടും ഒക്കെ ഇട്ടിട്ടാട്ടോ ഇപ്പോൾ മണവാട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ എല്ലാം നല്ല കോപ്പിറൈറ്റ് മ്യൂസിക്കുകളായ കാരണം അതൊക്കെ ഞാൻ മ്യൂട്ടാക്കി ഇട്ടേക്കാണ്. ഒരു പ്രത്യേക വൈബാണല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനെ നേരെ ചെന്ന് നിന്നിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലായതുകൊണ്ട് ഞാൻ ഇരിക്കണ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടായിട്ട് ഞാൻ വീഡിയോ എടുക്കണം. അതുകൊണ്ട് ഒട്ടും ക്ലിയർ ആയിട്ടൊന്നും കിട്ടുമൊന്നുമില്ല. എന്നാലും ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് കിട്ടിയ രീതിയിലൊക്കെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും അവളുടെ തന്നെ വീട്ടുകാരും ജ്യേഷ്ഠൻ അനുജൻ്റെ മക്കളും എല്ലാവരും കൂടിയായിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ തന്നെ ഡാൻസും ഒക്കെ ഉണ്ടായി. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ അവരുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ ഇപ്പോഴും അവർ ഡാൻസും ഒപ്പനയൊക്കെ ആയിട്ടാണ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല പാട്ടുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ദൂരത്തിലല്ല കേട്ടോ ഇവളെ കല്യാണം കഴിച്ച് അയക്കണതും, കുറച്ച് അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അന്ന് ഞായറാഴ്ച വൈകുന്നേരവും നമുക്ക് റിസപ്ഷൻ ഉണ്ടായി. അത് ചെറുക്കൻ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ പോയായിരുന്നു കേട്ടോ. അന്ന് രാത്രി ഫംഗ്ഷൻ അവിടെയായിരുന്നു. ഇതിപ്പോൾ ഞായറാഴ്ച പകലത്തെയാണ് ഈ കാണുന്നത്. കുറേ നേരം പരിപാടികളൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ. അപ്പോൾ നെയ്ച്ചോറും പരിപ്പും ബീഫും പുളിങ്കറി, അച്ചാർ, സർലാസ് ഒക്കെ ഉണ്ടായി. പിന്നെ ഇതിപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ചെറുക്കൻ വീട്ടിലെ ഫംഗ്ഷന്, അത് ഇതിനേക്കാൾ അടിപൊളി ഫംഗ്ഷനായിരുന്നു കേട്ടോ. അവിടെ അതിലും വലിയ ഫംഗ്ഷനും പാർട്ടിയൊക്കെ ആയിരുന്നു. അവിടെ മ്യൂസിക് ബാൻഡ് ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കര ഗാനമേള പരിപാടികളൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാം കോപ്പിറൈറ്റാണ്, എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളവിടെ ചെന്നിരിക്കുമ്പോൾ ഓഡിറ്റോറിയത്തിലിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ബ്രൈഡ്സിനെയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേനും ഭയങ്കര ക്രൗഡായി, ഭയങ്കര ഒച്ചപ്പാട് ബഹളമായി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ആ സ്റ്റേജൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്ത വീഡിയോയാണിത്. അതും അത്ര ക്ലിയറൊന്നും ആയിട്ടില്ല, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് എടുത്തതുകൊണ്ട്. അവിടെയും ഒരു 9:30 വരെയും ഞങ്ങളവിടെ ഉണ്ടായി. നല്ല ഫംഗ്ഷനായിരുന്നു. അവിടെ ഒരുപാട് പാട്ടും പരിപാടികളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ കല്യാണ വീട് അവിടെ പന്തലൊക്കെ അഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച മെഹന്തി ഫംഗ്ഷൻ ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെയും ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടി പരിപാടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സ്റ്റേജൊക്കെ അഴിച്ചതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാണ് ആ വീട്. ആളൊഴിഞ്ഞ് അരങ്ങ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറമ്പിൽ നിന്നാണ് ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ ഈ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇടന്നേലെ പൊട്ടിക്കണത്. ആ പറമ്പിൽ നിൽക്കണ ഒരു ഇടന്ന മരത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ അടുക്കള മുറ്റത്താണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ ആ വീടും വീഡിയോ എടുത്തതാണ് ഞാൻ. പിന്നെ ഇതിപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് വശത്തുള്ള വീട്ടിൽ നിന്ന് തന്നതാട്ടോ ഒരു കഷ്ണം ചക്ക. അപ്പോൾ ഞാനത് ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ പറയണത് മെഴുക്കുവരട്ടി എന്നൊന്നുമല്ല കേട്ടോ. ചക്ക ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ട് ഉലർത്തിയെടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിയും മുളകും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിലേക്ക് ഇട്ടിട്ട് ചക്കയും വേവിച്ച് മിക്സ് ചെയ്തെടുത്ത ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണല്ലോ. അപ്പോൾ
ഈ ഞങ്ങൾക്കങ്ങനെ ചക്ക പ്ലാവില്ല കേട്ടോ, നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമ്പോഴാണ് ചക്ക കിട്ടുള്ളൂ. അങ്ങനെ ചക്കയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചക്കയും ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസത്തെ കല്യാണവും ബഹളമൊക്കെ കഴിഞ്ഞ് വീണ്ടും നോർമലായിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.